സിറിയയിൽ അതിഭയാനകമായ ഒരു നിഴൽ വീണിരിക്കുന്നു. ആഭ്യന്തരയുദ്ധത്തിന്റെ മന്ത്രണങ്ങൾ തെരുവുകളിൽ അലയടിക്കുമ്പോൾ ജനങ്ങൾ ഭയത്തോടെയാണ് വീടുകളിലിരിക്കുന്നത്. ദിവസങ്ങളായി നടക്കുന്ന മതപരമായ സംഘർഷങ്ങൾ രാജ്യത്തെ വിഭജനത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നു. മനുഷ്യാവകാശ സംഘടനകൾ കണക്കാക്കുന്നത് 1000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഈ അരാജകത്വത്തിന്റെ മധ്യത്തിൽ സിറിയയുടെ താൽക്കാലിക നേതാവായ അഹമ്മദ് അൽ ഷാര എല്ലാവരുടെയും ഐക്യത്തിനായി അഭ്യർത്ഥിക്കുന്നു. പ്രതികാരത്തിന്റെ തീയിൽ വിഘടിച്ച ഒരു ദേശത്തെ ഒന്നിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. 2024 ഡിസംബറിലാണ് മുൻ പ്രസിഡന്റ് ബഷർ അൽ അസദിന്റെ അധികാരം കൂപ്പുകുത്തിയത്. അദ്ദേഹത്തിന്റെ പതനം സിറിയയിൽ ഒരു അനിയന്ത്രിതമായ വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റിനാണ് വഴിയൊരുക്കിയത്. ഈ രക്തച്ചൊരിച്ചിലിന്റെ പ്രധാന കേന്ദ്രം ലതാക്യ എന്ന തുറമുഖ നഗരമാണ്. അവിടെയാണ് ആദ്യം പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. ഒരു വലിയ ധീരമായ ആക്രമണത്തോടെയാണ് തുടക്കം. അസദിനോട് കൂറുപുലർത്തുന്ന അലവൈറ്റ് ന്യൂനപക്ഷത്തിനു നിന്നുള്ള ആയുധധാരികൾ പുതിയ ഭരണകൂടത്തിന്റെ സുരക്ഷാസേനയെയും ആക്രമിച്ചു. തുടർന്നുണ്ടായ പ്രത്യാക്രമണവും വളരെ ക്രൂരമായിരുന്നു. ആരെയും വെറുതെ വിടാത്ത ഒരു പ്രതികാര ചുഴലിക്കാറ്റ്. ലതാക്യയിൽ നിന്ന് 20 മൈലിൽ താഴെ ദൂരമുള്ള ജയ് എന്ന പട്ടണത്തിൽ പകൽ വെളിച്ചത്തിൽ ഭീകരത വ്യക്തമായി. പഴയ ഭരണത്തിന്റെ ശക്തികേന്ദ്രങ്ങളായിരുന്ന അലവൈറ്റ് പ്രദേശങ്ങൾ കൊലക്കളങ്ങളായി മാറി. സർക്കാർ അനുഭാവികൾ അലവൈറ്റ് പോരാളികളോട് ഏറ്റുമുട്ടുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എണ്ണമറ്റ ജീവനുകൾ നഷ്ടപ്പെട്ട ഒരു യുദ്ധമായി അത് മാറുകയും ചെയ്തു. ഈ കൂട്ടക്കൊലയുടെ പ്രതിധ്വനികൾ സിറിയയിലുടനീളം കലാപം ആളിക്കത്തിച്ചു. ഡമാസ്കസിന്റെ പുരാതന തെരുവുകളിലേക്ക് അത് വ്യാപിച്ചു. മേഖലയിൽ ജനക്കൂട്ടം പ്രതിഷേധത്തിനായി ഒത്തുകൂടുന്നു. അവരുടെ ശബ്ദങ്ങൾ ദുഃഖത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ഹൃദയഭേദകമായ മുദ്രാവാക്യങ്ങളായി ഉയർന്നു കേട്ടു. എല്ലാ സിറിയക്കാരും ഒന്നിച്ചു നിൽക്കുമെന്ന് അവർ ആർപ്പു വിളിച്ചു. കൊലപാതകങ്ങളുടെ നടുക്കുന്ന ഭീകരതയ്ക്കിടയിലും ഐക്യത്തിനായുള്ള വേദനാജനകമായ ഒരു അപേക്ഷ. അവർ അലവൈറ്റ് ഇരകൾക്ക് നേരെ വിലപിച്ചെങ്കിലും അവരുടെ രാജ്യത്തെ കീറിമുറിക്കുന്ന ഹിംസയ്ക്കെതിരെ തങ്ങളുടെ കോപം ജ്വലിച്ചു. ചിലർ നീതി ആവശ്യപ്പെടുമ്പോൾ മറ്റു ചിലർ കത്തുന്ന പ്രതികാരത്തെയാണ് തേടുന്നത്. പോലീസ് ആകാശത്തേക്ക് മുന്നറിയിപ്പ് വെടിയുതിർത്തു. ഉയർന്നുവരുന്ന സംഘർഷത്തെ ശമിപ്പിക്കാനുള്ള ഒരു പാഴ്ശ്രമം. ദമാസ്കസ് ശ്വാസമടക്കിപ്പിടിച്ചു നിൽക്കുമ്പോൾ ഈ പ്രതിസന്ധിയുടെ ഉരുകുന്ന കുഴിയിൽ അഹമ്മദ് അൽ ഷാര നിർണായക വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ്. സുബഹി നമസ്കാരത്തിൽ അദ്ദേഹം ഐക്യത്തെക്കുറിച്ച് സംസാരിച്ചു. സന്ധ്യയോടെ നടപടിയെടുക്കുമെന്ന വാഗ്ദാനവും നൽകി. ദിവസങ്ങൾക്കുള്ളിൽ 2ാം തവണയും രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ക്ഷീണവും ദൃഢനിശ്ചയവും കലർന്ന നിലയായിരുന്നു. കൊലപാതകങ്ങൾക്ക് പിന്നിലെ സത്യം കണ്ടെത്താൻ അദ്ദേഹം ഒരു സ്വതന്ത്ര സമിതിയെ അഴിച്ചുവിട്ടു. അസദിന്റെ ഭരണത്തിന്റെ ഭൂതങ്ങൾ നീതിക്ക് മുന്നിൽ വരുമെന്ന് ഉറപ്പു നൽകി. രക്തം പുരണ്ട കൈകളുള്ളവർ ഉത്തരം പറയുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ആ വാഗ്ദാനം സിറിയയ്ക്ക് തന്നെ ഒരു ഭാരമായി തങ്ങി നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ പോരാളികൾ ലതാക്യയിലേക്ക് നീങ്ങി. ക്രമം പുനഃസ്ഥാപിക്കാനുള്ള ശക്തി പ്രകടനം നടത്തുകയും ചെയ്തു. അപൂർവമായ ഒരു നീക്കത്തിൽ അദ്ദേഹം ദുഃഖിതരായ അലവൈറ്റ് കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടു. അനുശോചനം അറിയിക്കുകയും ചെയ്തു. ഒരു കത്തിയുടെ മുനമ്പിലാണ് സിറിയയുടെ വിധി. ലോകം ശ്വാസമടക്കിപ്പിടിച്ചാണ് നോക്കി നിൽക്കുന്നത്. UN സുരക്ഷാ സമിതിയുടെ അടിയന്തര സമ്മേളനത്തിനായി അമേരിക്കയും റഷ്യയും തിരക്കിലാണ്. അൽ ഷറായ്ക്ക് ഇത് നേതൃത്വ പരീക്ഷയേക്കാൾ കൂടുതലാണ്. രാജ്യത്തിന്റെ ആത്മാവിനെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമം. ഡമാസ്കസിൽ നിന്ന് ജീവിച്ചവരുടെ നിലവിളിയും മരിച്ചവരുടെ നിശബ്ദതയും തുടരാനിരിക്കുന്ന അവസാനിച്ചിട്ടില്ലാത്ത ഒരു കഥ പറയുകയാണ്.